അത് തെറ്റൊന്നുമില്ല. പക്ഷെ ജോലി രാജിവെക്കട്ടെ. ബാലു സമ്മതിക്കുന്നേ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ഇതൊന്നും അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട. ശരി, വെക്കോ. കോമതി, നിന്റെ ശമ്പളം 100 രൂപ കൂടുതലുണ്ട്. ഇന്ന് എന്നെ പിരിഞ്ഞു പോയിക്കോളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കൊച്ചമ്മ എന്നെ പറഞ്ഞു വിടുന്നത്? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു ഞാൻ പറഞ്ഞോ? ഇവിടെ ഇനി ഒരു ജോലിക്കാരുടെ ആവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ മാത്രമുള്ള ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇന്ന് തന്നെ പൊയ്ക്കോ. നിന്റെ ഓഫീസിൽ നിന്റെ ഭാര്യ സ്റ്റെനോവായിട്ട് ജോലി ചെയ്യുന്നത് എനിക്ക് ആക്ഷേപമാണ്. അമ്മയ്ക്കത് വിഷമമാണെങ്കിൽ ഗീതയോട് രാജിവെക്കാൻ പറതാല. ഒരു ജോലിയുള്ളത് എന്തിനാ കളയുന്നത്? നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയില്ലെങ്കിലും കഴിയാനുള്ള സ്വത്ത് ഇവിടെയുണ്ട്. അത് തന്നെയല്ല, ഒരു ജോലിക്കാരുണ്ടായിരുന്നവൾ പിരിഞ്ഞുപോയി. ഇന്നത്തെ കാലത്ത് ഇനി വീട്ടുജോലിക്ക് ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ ഗീത ഉദ്യോഗം രാജിവെക്കണം പറയുന്നത് വീട്ടുജോലി ചെയ്യാൻ വേണ്ടിയാണോ? വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിന് വീട്ടുജോലി എന്നല്ലേ പറയുന്നത്? ഇവിടെ ഇപ്പൊ നമ്മൾ 3 പെണ്ണുങ്ങളില്ലേ? വീട്ടുജോലിക്ക് ആരും കിട്ടിയില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഗീത ജോലി രാജിവെക്കണം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം? നിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം അത് അവളോടൊന്ന് ആലോചിച്ചിട്ടാ പറയാനൊക്കൂ. എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? അമ്മ പറഞ്ഞതില് തെറ്റൊന്നുമില്ല. അപ്പോ ഉദ്യോഗം രാജിവെക്കണം എന്നാണോ? അത് തീരുമാനിക്കേണ്ടത് ബാലേട്ടനല്ലേ? എന്റെ ഭാര്യ സ്റ്റെനോവായിട്ട് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അമ്മയ്ക്ക് ആക്ഷേപമാണെന്ന് പറയുന്നു. മറ്റൊരു ഓഫീസിൽ സ്റ്റെനോവായിട്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഉദ്യോഗം റിസൈൻ ചെയ്യാം. ബാലേട്ടനൊന്ന് പറയേ വേണ്ടു. ഗീതയ്ക്ക് അതിൽ വിഷമമില്ലേ? ഞാനെന്തിനാ വിഷമിക്കുന്നത്? സ്വന്തമായി ഒരു വരുമാനം ഉള്ളത് ഉപേക്ഷിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. നിധി കിട്ടിയാളാണ് ഞാൻ. എനിക്കിനി സ്റ്റെനോയുടെ ശമ്പളം എന്തിന്? തകർത്ത് കളഞ്ഞല്ലോ എന്നെ. ഭയങ്കര അടി. ഈ നിധി എന്ന് പറഞ്ഞ എന്നെ ഉദ്ദേശാണോ? അപ്പോ ഉദ്യോഗം രാജിവെക്കാമെന്ന് തന്നെ. നമസ്തേ. നമസ്തേ. ഇതാരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്? ഇരിക്കും. ഗീതേ, കാപ്പി. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഒരു മഹിളാ സമാജം ഉണ്ടെന്ന് അറിയാമല്ലോ. കൊള്ളാം. അറിയാതിരിക്കാൻ കാര്യം? അതിന്റെ വാർഷികമാണ്. അധ്യക്ഷയായിട്ട് എന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ദയവ് ചെയ്ത് എതിരൊന്നും പറയരുത്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതുകൊണ്ട് ഒഴിഞ്ഞു മാറരുത്. ഞാൻ ഒഴിഞ്ഞു മാറിയില്ലല്ലോ. ഞങ്ങളുടെ സംഘടനയുടെ ഭാഗ്യം. ഒരു ഗാനമേളയുണ്ട്. പാടേണ്ടത് ഞാനാണോ? ആ മോളെ, ഇവിടെ വരൂ. ഇരിക്കെ. ഇത് എന്റെ മകളാ, പ്രൊഫസർ സുലോചന. ഞങ്ങൾക്കറിയാം. മോളിവരൊക്കെ അറിയുമോ? പിന്നെ ഞങ്ങൾ പഴയ പരിചയക്കാരല്ലേ. സമ്മേളനത്തിന് പ്രൊഫസറെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കണോ? വേണ്ട വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. മോളില്ലാതെ അമ്മ ഒറ്റയ്ക്കൊന്നും പോവില്ലല്ലോ. ആ, ഇതെന്റെ മകൻ എഞ്ചിനീയർ ബാലകൃഷ്ണൻ. ഇവരേക്ക് എന്തിനാ പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ. അമ്മ റിട്ടയർ ചെയ്തിരിക്കല്ലേ, അല്പസ്വല്പം മറവിയൊക്കെ കാണും. മീറ്റിംഗിന് അധ്യക്ഷയായിട്ട് അമ്മയെ ചാക്കരാൻ ഇറങ്ങിയായിരിക്കും. അതെ, ഒരു ഗാനമേളയുണ്ട്. വേണ്ട, ഞാൻ കൊടുത്തു. തരാനാ പറഞ്ഞ. ഇതെന്റെ ഭാര്യ ഗീത. എന്റെ ഓഫീസിലെ സ്റ്റെനോ ആയിരുന്നു. ഇപ്പൊ ജോലി കളഞ്ഞു. വെറും ഭാര്യ. അടുക്കള ഭരണം. ഇരിക്കൂ. ഇങ്ങോട്ടിരിക്കും. ഇരിക്കാനാ പറഞ്ഞത്. എന്നാ പരിപാടി? അടുത്ത 18-ാം തീയതി. ഓ, 18-ാം തീയതിയോ? ഞങ്ങൾ നേരത്തെ തന്നെ വരാം. അത് ഞങ്ങൾ ക്ഷണിച്ചില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. എങ്കിൽ വേഗം ഒന്ന് ക്ഷണിച്ചേക്ക്. എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ ക്ഷണിക്കുന്ന മോശമല്ലേ? ഗീതയുടെ വീട് എവിടെയാ? അപ്പോ നിങ്ങൾക്കൊക്കെ പോകാൻ തിടുക്കമായിരിക്കും. പല സ്ഥലത്തും പോകാനുള്ളതല്ലേ? ഞങ്ങൾ ഇറങ്ങുകയാണ്. അല്ല, ഗീതയുടെ വീട് ചോദിച്ചില്ലേ? കൊട്ടാരക്കരയാണ്. അച്ഛനൊരു റിട്ടയർഡ് UP സ്കൂൾ അധ്യാപകനാണ്. പ്രോഗ്രാം നോട്ടീസ് അയക്കുമല്ലോ. നാളെ തന്നെ അയച്ചേക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ? വരട്ടെ. ശരി. അവനോ നാണമില്ല. നമ്മളീ നാണം കെടുത്താതെ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇതെല്ലാം പ്രതികാരമാണെന്നേ. അവൻ കരുതി കൂട്ടി ചെയ്യുന്നതാണ്.
ഇങ്ങനെ അങ്ങോട്ട് പോയി പോയി അവസാനം അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും, പകരം നമ്മുടെ രാധിക ഇവിടെ വരികയും ചെയ്യും. നീ നോക്കിക്കോ. നമസ്കാരം. ഓ, താങ്ക് യു. ഒരു കാപ്പി കുടിച്ചിട്ട് നമുക്ക് മീറ്റിങ്ങിന് പോകാം. വരൂ. ശരി, വാ മോനെ. നിങ്ങൾ വെളിയിലായി പോയല്ലേ? സോറി. കേറിപ്പോരെ. ഇത് പൂട്ടിയിട്ട് പോകാൻ നിന്നോട് ആര് പറഞ്ഞു? ഇല്ലെങ്കിൽ കള്ളം കയറിയില്ല അമ്മേ. ഈശ്വരനല്ലേ പിരിച്ചുവിട്ടു, ഗോമതിയെ പിരിച്ചുവിട്ടു. വേറെ ആരിരിക്കുന്നു? ഗീതയെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നെങ്കിൽ ഞാനെങ്കിലും ഇവിടെ കാവലിരുന്ന് തന്നെ. കേട്ടോമേ, അമ്മയുടെ പ്രസംഗം തകർത്തു. കുടുംബ ഭദ്രതയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ പറ്റി അമ്മ ഒരു കലക്ക് കളിക്കില്ലേ? അത് കേട്ടപ്പോ നിർത്തി. അമ്മ വിശക്കുന്നു. ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അയ്യോ, നിങ്ങളൊന്നും കഴിച്ചില്ലേ? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ചൈനീസ് ഫുഡ്. നീ വേഗം അരി വെക്കാം. വേണ്ട, അതിന് കുഞ്ഞിന്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശിയുണ്ട്. വേണ്ടതെല്ലാം അടുക്കളയിലും ഉണ്ട്. അവരുണ്ടാക്കിക്കോളും, അവര് കഴിച്ചോളും. നിന്റെ ഔദാര്യം ഒന്നും അവർക്ക് വേണ്ട. വാ. ഇതെല്ലാം അവള് പറഞ്ഞു ചോദിച്ചിട്ടുള്ളതാ. നേരെ അമ്മേ, ഞാൻ പോയി കഞ്ഞി വെക്കാം. കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെണ്ണ് പാചകം ചെയ്താൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്ന അമ്മായി അമ്മയും നാത്തൂന്നെ ആയിരുന്നോട്ടെ. അത്താഴം കഴിച്ചില്ലെന്ന് വെച്ച് ചത്തുപോത്തൊന്നുമില്ല. ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കേണ്ടെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞാണ്, കേട്ടോ? ഇതൊക്കെ ഒരു ആവശ്യമാണ് ഗീതേ. ഇത്രയും വയസ്സായ അമ്മയെ ഇനിയെങ്കിലും നല്ലപോലെ വളർത്തിയെടുത്തില്ലെങ്കിൽ ദൈവദോഷം ഉണ്ടാവും. നിങ്ങൾ ശാരി മാറ്റിട്ടോ. എനിക്കൊന്ന് അങ്ങോട്ട് വരണമെങ്കിൽ രണ്ടാളിന്റെ സഹായം വേണം. മാത്രവുമല്ല, ഞാൻ അവിടെ വരുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരാത്തതും അതുകൊണ്ട് തന്നെ. അതെനിക്കറിയാം മക്കളെ. ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാ ഇപ്പൊ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അച്ഛന് സുഖമില്ല. അച്ഛനെന്താ പറ്റി? നെഞ്ചുവേദനയായിട്ട് തുടങ്ങിയതാ. നിങ്ങൾ രണ്ടുപേരെയും കാണണമെന്ന് പറയുന്നു. തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. 12 ദിവസമായി. ഇതിനിടെ 2 എഴുത്തയച്ചു. എന്നിട്ട് നിങ്ങളെ കാണാത്തത് കൊണ്ടാണ് ആളെ വിട്ടത്. എഴുത്ത് എങ്ങോട്ട് അയച്ചെന്നാ പറഞ്ഞേ? ഇവളുടെ പേരിൽ ബംഗ്ലാവിലേക്ക്. അയ്യോ, എനിക്കിതുവരെ ഒരെഴുത്തും കിട്ടിയില്ലല്ലോ. ഓഹോ, ഏതായാലും ഇനിയെങ്കിലും രണ്ടുപേരും കൂടെ പോയി അച്ഛനെ ഒന്ന് കാണണം. ശരിയമ്മേ, ഇന്ന് തന്നെ പോയേക്കാം. ഇറങ്ങട്ടെ. എന്റെ കയ്യിൽ ആരും കത്തുകൊണ്ട് തന്നിട്ടില്ല. ചേച്ചിക്കറിയാം? എനിക്കറിഞ്ഞൂടാ. വാ. ഗീതയും വന്നില്ലേ എന്ന് അവസാന നിമിഷം വരെയും ചോദിച്ചു. മരിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനൊന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹം ചെയ്തു? അതിന് ഞങ്ങളാണ് നിന്റെ അച്ഛനെ കൊന്നത്. ഇത് നല്ല ഏർപ്പാടാ. വല്ലവരും കേട്ട എന്ത് വിചാരിക്കും? എനിക്ക് വന്ന് കത്തുകൾ തന്നിരുന്നെങ്കിൽ. അതിന് കത്ത് ഞങ്ങളുടെ കിട്ടിയിട്ട് വേണ്ടേ? പോസ്റ്റ്മാൻ ബിന്ദുവിന്റെ കയ്യിലാണ് കത്ത് കൊടുക്കുന്നത്. അവള് വല്ലയിടത്തും കളഞ്ഞിട്ടുണ്ടോന്ന് ആർക്കറിയാം? കുഞ്ഞല്ലേ, അവൾക്കെന്തറിയാം? ഇതേ നീ വാ. മരിച്ച വിവരം ഇവിടെ അറിയിച്ചില്ലായിരുന്നോ? അറിയിക്കൊക്കെ ചെയ്തു. പിന്നെന്താ പോയിരുന്നത്? ഉണ്ണി എന്തായി പറയുന്നത്? നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് ആ വീട്ടിൽ പോകാൻ കൊള്ളാമോ? മരണത്തിന് മുമ്പിൽ സ്റ്റാറ്റസ്
നോക്കിനി ചോക്ലേറ്റ് വേണോ? വേണം. ആ ഇത് വെച്ചോ. ആ പിന്നെ അച്ഛനൊരു കാര്യം ചോദിച്ചാൽ മോള് നേര് പറയുമോ? പറയാം. ആ പോസ്റ്റ്മാൻ മോളുടെ കത്ത് കൊണ്ട് തന്നായിരുന്നോ? തന്നു. ഗീതാന്റിക്ക് കൊടുക്കാനാ തന്നത്. എന്നിട്ട് അമ്മ കൊടുത്തോളാന്നും പറഞ്ഞ് മേടിച്ചു. എന്നിട്ട് എന്തുണ്ടായി? മുത്തശ്ശി അമ്മയും കൂടെ മുറിയിലിരുന്ന് വായിച്ചിട്ട് കേറി കളഞ്ഞു. എടി എടി, എന്തിനാണ് ഉള്ള നാളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്? അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശി എന്നെ എഴുത്ത് കീറി കളഞ്ഞത്. മോളെ നീ അപ്പുറത്തെ കളിച്ചോ. ചേച്ചി, ഞാൻ പറയുന്നത് ക്ഷമിക്കണം. ചേച്ചി ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. നിൽക്കാൻ പാടില്ലെന്നോ? എന്ന് ആര് പറഞ്ഞു? ഞാൻ പറയുന്നു, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയാണ്. ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ കൂടാണ്. അമ്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന മകൾ അപകടകാരിയാണ് എല്ലാ തരത്തിലും. ഇതൊക്കെ പറയാൻ നിനക്കെന്താ അവകാശം? എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഇന്നലെ വരെ അങ്ങനെയായിരുന്നു. ഇനി അത് സമ്മതിച്ചു തരാൻ മനസ്സില്ല. ഇവിടെ ഞാനും എന്റെ ഭാര്യയുണ്ട്. ചേച്ചി ഇന്ന് തന്നെ സ്ഥലം വിടണം. അളിയന് പടക്കമൊന്നുമില്ലല്ലോ. എന്തിന്? ഇവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകാനല്ലേ ഞാൻ നിൽക്കുന്നത്. ഉണ്ണി, നീയും ഇവന്റെ കൂട്ടത്തിൽ കൂടുവാണോ? അതിനൊന്നും എനിക്ക് സമയമില്ലമ്മേ. ഞാൻ എന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും കൂടെ കൂടുന്നേ ഉള്ളൂ. സുലോനെ, വേഗം പോകാതിരിക്കും. ഇവളെ കൊണ്ടുപോയാൽ ഇവിടെ ഉദ്യോഗമോ? അങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടുമെന്ന് നോക്കും. ഇല്ലെങ്കിൽ ഉദ്യോഗം വേണ്ടത് നോക്കും. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല. വിടുന്നില്ലെങ്കിൽ പിന്നെ മകളൊന്നും ഇവിടെ തന്നെ വന്നോളും. ഞാനിങ്ങോട്ട് വരികയില്ല. നിനക്ക് സമ്മതമാടി? ഞാനും വരാം. സുനാദിനെ, ഞാനിവിടെ നിൽക്കുന്നതിലല്ല അവന് വഴക്ക്. ഞാൻ പോയേക്കാം. അപ്പൊ നിന്റെ ഭാര്യ ഓടി ഓടി ഇവിടെ വരെ എത്തിച്ചു കാര്യങ്ങളല്ലേ? പാവം, അവളെ വെറുതെ വിട്ടേക്കമ്മേ. നിനക്ക് നിന്റെ സഹോദരേക്കാൾ വലുത് ഭാര്യയാണ് അല്ലേടാ? എന്താ സംശയം? അങ്ങനെയല്ലേ വേണ്ടത്? എന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത് ഭാര്യയാണ്. സഹോദരി പ്രസവിക്കേണ്ടത് അളിയന്റെ കുഞ്ഞിനെയാണ്. വലിയ അകലമില്ലേ ഈ ബന്ധങ്ങൾ തമ്മിൽ? ശരി, നീ നിന്റെ ഭാര്യയോടൊന്നിച്ച് ഇവിടെ കഴിഞ്ഞോളൂ. എന്റെ മകളോടൊന്നിച്ച് ഞാനും പോകുന്നു. ഇനി ഞാൻ അവിടെ താമസിക്കില്ല. അമ്മേ, അതൊരു നല്ല തീരുമാനമല്ല. അമ്മ താമസിക്കേണ്ടത് മകന്റെ ഭാര്യയോടൊന്നിച്ചാണ്. ഇവനോടൊന്നിച്ച് താമസിക്കാനോ? ഇവൻ എന്ന് ഇവിടെ നിന്ന് പോകുന്നോ അന്നല്ലാതെ ഞാൻ ഈ വീട്ടിൽ കാലുകുത്തില്ല. അതിന്റെ അർത്ഥം അമ്മയ്ക്ക് ഇവിടുത്തെ ജീവിതം മടുത്തു, അല്ലെങ്കിൽ മതിയായി എന്നാണ്. അളിയന് തോന്നുന്നു? കൊണ്ടുപോകാനുള്ള മടി കൊണ്ടല്ല, എന്നാലും അമ്മ ഞങ്ങളോടൊന്നിച്ച് വരുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഞാൻ തീരുമാനിച്ചോളാം. പോകാൻ ഒരുങ്ങിക്കോ മോളെ. അമ്മേ, അമ്മ പോകരുത്. പോകും. പോയാൽ ഇവൻ ഇവിടെ നിന്ന് പോകാതെ ഞാൻ തിരിച്ചു വരില്ല. അത് തീർച്ച. പോ മോളെ. ശമ്പളം വാങ്ങിച്ച കാശ് ഷാപ്പിൽ കൊടുക്കില്ലായിരുന്നു? അയ്യോ, എന്റെ പൊന്നമ്മച്ച് സത്യമായിട്ടും വീട്ടിലാണ് കാശ് കൊടുത്തത്. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത്. താൻ ഇന്നലെ കുടിച്ചില്ലേ? കുടിച്ചില്ല അമ്മച്ചി. കള്ളം, പച്ചക്കള്ളം. ആന്റിയുടെ കാറാണല്ലോ വരുന്നത്. ഉണ്ണികൃഷ്ണൻ സുലോചനെ ആയിരിക്കും. മുൻവശത്തിരിക്കുന്ന ആന്റിയാ. ഭഗവാനെ, അയ്യോ ചതിച്ചു. എന്ത്? പിന്നെ വരുന്നു. ആര്? ആ തൂക്കിക്കൊല്ലുന്നവര്. ആരാ ചാരോ? അതല്ല, ആ വസുന്ധരാമേനോൻ. മരുന്തി. നമസ്കാരം, നമസ്കാരം. അന്ന് അവധി കഴിഞ്ഞ് ഇവിടുന്ന് പോയതിനു ശേഷം ഈ വീടും പറമ്പും ആകെ ഉറങ്ങിപ്പോയി. അല്ലേ രാജലക്ഷ്മി? അതെ അതെ, മരിച്ച വീട് പോലായിപ്പോയി. വീട്ടു ജോലിക്കാരെല്ലാം മിസസ് മേനോന്റെ കാര്യം പറഞ്ഞ് എന്നും കരയുമായിരുന്നു. ഇനി ആരും കരയണ്ട. തമ്പി, ഞാനും കൂടെ ഇവിടെ താമസിക്കാൻ പോവാണ്. തമ്പിക്ക് സന്തോഷമായല്ലോ? പിന്നെ സന്തോഷമായല്ലോ ഒന്നോ. ഞാൻ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് തമ്പി ചോദിക്കാത്തതെന്താ? അത് മിസസ് മേനോൻ പറയുമല്ലോ. പറയണം, പറയണം. എന്റെ മകന്റെ ഭാര്യ എന്ന് പറഞ്ഞു നിർത്തി അവിടെ കേറിയിട്ടുണ്ട്. അവൾ അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അവിടെ താമസിക്കില്ല. ഗുഡ് ഗുഡ്. 1 വർഷമായാലും 10 വർഷമായാലും അവൻ അവളെ ഇറക്കി വിടുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. തമ്പി, യെസ് മിസസ് മേനോൻ. ബാലന് വേണ്ടി നമ്മളൊരു കാര്യം ആലോചിച്ചു. പക്ഷെ അത് നടന്നില്ല. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ
രാധികയെ ഞാൻ എന്റെ മരുമകളായിട്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. യു വെയിറ്റ് ആൻഡ് സീ. ബാലേട്ട് നിർബന്ധിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ പോവില്ലായിരുന്നു. എങ്ങനെ പറഞ്ഞാലും പോവും. അവരങ്ങനെ ഒരു അമ്മയാണ്. നമുക്ക് ഒരുമിച്ച് പോയെന്ന് വിളിച്ചാലോ? ഞാൻ വരില്ല. നിനക്ക് പോവാം. ഓ, ഞാൻ പോകാം. വിളിക്കാൻ ചെല്ലുമ്പോ അമ്മ പറയാൻ പോകുന്ന എന്താണെന്ന് ഇപ്പോഴേ പറഞ്ഞേക്കാം. നീ നിന്റെ വീട്ടിൽ പോകണം. എനിക്ക് എന്റെ മകനെ വിട്ടു തരണം. തയ്യാറാണോ? പിന്നെ വേറൊന്നും വേണ്ടേ? എങ്കിൽ ആ കാര്യത്തെ പറ്റി മിണ്ടായിരിക്കണം. മക്കളോടുള്ള സ്നേഹത്തിനും അപ്പുറമുള്ള ഒരുതരം ആധിപത്യം, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത മനസ്സ്, അതാണ് നിന്റെ അമ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. പ്രായപൂർത്തിയായ മക്കൾ സ്വതന്ത്രരാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ അവർ തയ്യാറല്ല. അമ്മ പറയുന്നത് എന്തോ അനുസരിക്കാന്നല്ലാതെ അതിന്റെ ശരിയും തെറ്റും ഇന്നുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല. നീയാണ് അമ്മയുടെ ഏറ്റവും വലിയ ബലം. അതുകൊണ്ടാണ് മകനുമായി പിണങ്ങിയപ്പോ അവർ നിന്റെ കൂടെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഉണ്ണേട്ടം പറയൂ. ഭർത്താവിന്റെ അമ്മയിൽ നിന്നും സ്നേഹമുള്ളൊരു വാക്ക് കേൾക്കാൻ ഏത് മരുമകളാ കുറിക്കാത്തത്? അമ്മയ്ക്ക് കൂട്ടു നിന്നുകൊണ്ട് നീ ഇല്ലാതാക്കിയത് ആ പാവം പെണ്ണിന്റെയും സ്വന്തം സഹോദരന്റെയും സന്തോഷമാണ്. ക്ഷമിക്കണം ഉണ്ണിയേട്ടാ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരമില്ല, അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതെ അവരെ വീട്ടിലേക്ക് മടക്കി അയക്കണം. അത് നിന്റെ കൂടെ ചുമതലയാണ്. ഉണ്ണിയോടെ കോട്ടയത്ത് പോയിരിക്കാം. വൈകിട്ട് വരും. എന്തിനാ? കോടതി തുറക്കുമ്പോൾ ഒരു അന്യായം ഫയൽ ചെയ്യണം. അന്യായമോ? അതെ, ബാലനെയും അവന്റെ ഭാര്യയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. മിസസ് മേനൻ എന്തൊക്കെയായി പറയുന്നത്? ഞാനിവിടെ വന്നിട്ട് എത്ര ദിവസമായി? ഇതുവരെ അവനൊന്ന് തിരിഞ്ഞു നോക്കിയോ? ഒരു ഫോൺ ചെയ്തോ? അതിപ്പോ അവൾ അവനെ മയക്കി ഇട്ടിരിക്കാ തമ്പി. അവൾ ചരട് വലിക്കുന്ന ഒപ്പം അവൻ തുള്ളും. പെറ്റ് വളർത്തിയ തള്ളയേക്കാൾ ഇന്നലെ കണ്ട ആ ചെറ്റ പെണ്ണാണ് അവന് വലുത്. ഗീത ബാലന്റെ ഭാര്യയല്ലേ? ഭാര്യ? എന്റെ പഠിക്കത്ത് കയറാൻ യോഗ്യതയില്ലാത്ത അവളാണോ ഭാര്യ? അവളെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അത് കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ കയറും. എന്താ നടക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ? കേട്ടോ? ഇതൊരു വലിയ കുടുംബകലഹത്തിലേ അവസാനിക്കത്തുള്ളൂ. നമ്മൾ അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. ഇവരെ എങ്ങനെയാന്ന് തിരുത്തിയെടുക്കുക? അവര് പറയുന്നതിന് ഒത്ത് ഏറാമൂളുകയല്ലേ നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി നമുക്ക് അടവൊന്ന് മാറ്റി പ്രയോഗിച്ചു നോക്കാം. എങ്ങനെ? അമ്മ പോയിട്ട് ഇതുവരെ ഒരു വിവരം അറിഞ്ഞില്ലല്ലോ. എന്തറിയാനാ? അവരും മകളുടെ കൂടെ സുഖമായിട്ട് കഴിയും. നമുക്കൊന്ന് പോയാലോ? നിന്നെ ഇത്രയേറെ വേദനിപ്പിച്ച അമ്മയെ നിനക്ക് ഇഷ്ടമാണോ? എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അവരമ്മയാണ്. പെറ്റമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. നാളെ ഞായറാഴ്ചയല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. കാല് പിടിച്ച് കരഞ്ഞെങ്കിലും ഞാൻ അമ്മയെ ഇവിടെ വിളിച്ചോണ്ട് വരും. മൈ ഗോഡ്, അടുക്കളക്കകത്ത് ചീട്ട് കളിയോ? എന്താ കൂടുന്നോ? കാശേറ്റാ ധിക്കാരികളെ നിർത്തിയിട്ടപ്പോ എന്ത് വേണം? നീയൊക്കെ അവിടുത്തെ വീട്ടിൽ ജോലി ചെയ്യുന്നാണോ? നിങ്ങൾ നിങ്ങളുടെ പോക്കിൽ പോകും പറഞ്ഞാരെ എന്താണോ? പിന്നെ ആരാ? മൈസ്രേട്ടോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി ഭരിച്ചാ മതി. ഇവിടെ ഞങ്ങൾക്ക് ശമ്പളം തരുന്നതേ വേറെ ആണുങ്ങളാ. എന്താ പറഞ്ഞത്? കുന്തം. കഴിഞ്ഞ പ്രാവശ്യം വന്ന് അലച്ചണ്ട ഉണ്ടാക്കിയിട്ട് പോയപ്പം ഇനി വരിയല്ലെന്നാ കരുതിയത്. പിന്നെയും വലിഞ്ഞവര് വന്നിരിക്കുന്നു. നാശം. സ്വന്തം വീട്ടിൽ നിൽക്കാതെ ബന്ധുവീട് ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പോയി പണിമാട്ട് കൊണ്ടുവന്നാലേ. നിന്നെല്ലാം ഈ നിമിഷം ഇവിടെ നിന്ന് പിരിച്ചു വിട്ടില്ലെങ്കിൽ എന്റെ പേര് വസുന്ധരാമനല്ല. തമ്പി, 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 തമ്പി എവിടെ? അപ്പോഴേ നിങ്ങളുടെ കമ്പി കമ്പി എന്നുള്ള വിളി എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം എന്റെ ഭർത്താവാണ്, അല്ല നിങ്ങളുടെ വേലക്കാരനൊന്നുമല്ല കമ്പി കമ്പി എന്ന് വിളിക്കാൻ. രാജലക്ഷ്മി അമ്മേ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്താ മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇവിടെ വന്ന് കുറെ ശല്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി. അന്ന് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇനിയൊരു കാര്യം, മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാമെന്ന് നിന്നാ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ മര്യാദ പഠിപ്പിക്കോ? അറിയാൻ പാടില്ലാത്ത പിന്നെ പഠിപ്പിച്ചാരായിരിക്കാൻ വെക്കുവോ? ഇങ്ങനെ ഉണ്ടോ ഒരു നാശം? എന്താ എന്തുണ്ടായി? തമ്പി ദാ പിന്നെയും വന്ന് കമ്പി. നിങ്ങളെ ഈ കമ്പി കൊണ്ട് നിർത്തണമെന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. വിളിക്കണമെന്ന് അങ്ങനെ നിർബന്ധമാണെങ്കിൽ തമ്പി സാറേ എന്ന് വിളിച്ചുകൂടാ? എന്ത് സംഭവിച്ചു? തമ്പി സാറേ അങ്ങനെ വിളി. നിങ്ങളുടെ വീട്ടു ജോലിക്കാരും ഭാര്യയും എന്നെ അപമാനിച്ചു. നിങ്ങൾ ഉടനെ ഒരു സമാധാനം ഉണ്ടാക്കണം. അയ്യോ, രണ്ടും പ്രബല ശത്രുക്കളാണല്ലോ. കേട്ടോ മിസസ് മേനോൻ,
വീട്ടുജോലിക്കാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്. അവരുടെ ആക്രമണം തുടങ്ങുന്നതെന്നാണെന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ ഭാര്യ, അതിലും കുഴപ്പം. ഇവളാണോ ഭാര്യ അതോ ഞാനാണോ ഭാര്യ എന്നുള്ളത് ഇന്നും തീരുമാനത്തിലെത്തിയിട്ടില്ല. പിന്നെ മിസസ് മേനോന് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് കേൾക്കാം. ഏറ്റെന്നാ തോന്നണേ. ഉണ്ണി, എന്നെ അപമാനിക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്? എന്താ അമ്മേ, എന്ത് സംഭവിച്ചു? ഉണ്ണിയുടെ അമ്മയും ഇവിടുത്തെ വീട്ടുജോലിക്കാരും എന്നെ അപമാനിച്ചു. ഉണ്ണിയുടെ അച്ഛനുമായി സൈഡ് ചെയ്യുന്നു. ഓഹോ, അങ്ങനെയാണോ കാര്യം? ഇതിനുടനെ ഒരു സമാധാനം ഉണ്ടാക്കണം. ഐ വാണ്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. അമ്മ പറയൂ, എന്ത് ചെയ്യണം? ഈ വീട്ടിൽ നിന്ന് ഇന്ന് തന്നെ മാറണം. ഒരു വീട് വാടകയ്ക്ക് എടുത്ത് നമുക്ക് വേറെ താമസിക്കാം. അത് നടക്കില്ല അമ്മേ. വൈ? എന്തുകൊണ്ട് നടക്കില്ല? എന്റെ ഭർത്താവിന് സ്വന്തമായ ഒരു വീടുള്ളപ്പം ഞാൻ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് ന്യായമാണോ അമ്മേ? അപ്പൊ ഞാൻ ഈ അപമാനം സഹിച്ചുകൊണ്ട് ഇവിടെ താമസിക്കണമെന്നാണ് നീ പറയുന്നത്? അതുകൊണ്ടാണ് ഞങ്ങളോട് ഒന്നിച്ച് ഇങ്ങോട്ട് പോരണ്ടെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞത്. അമ്മ കേട്ടോ? അമ്മ കൂട്ടത്തിൽ പോരാൻ വാശി പിടിച്ചപ്പോ പറയാമെന്നല്ലാതെ ബലം പ്രയോഗിച്ച് തടയാൻ പറ്റുമോ? ബുദ്ധിമുട്ടുകൾ ഇനിയും കൂടാനാണ് സാധ്യത. സുലേനെ, നിന്റെ സ്വന്തം അമ്മയുടെ കാര്യമാണെങ്കിലും പറയുന്നത് ക്ഷമിക്കുക. അവർക്ക് വട്ട. അച്ഛാ, ഏതമ്മയുടെ കാര്യ പറയുന്നത്? കൊല്ലും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്നെന്നും സന്തോഷവും സമാധാനവും നിലനിർത്തട്ടെ. തമ്പി സാറേ, ഞാൻ എന്താ ഈ കാണുന്നത്? എന്തു പറയാനാണ് മിസസ് മേനോൻ? പിള്ളേര് വൈദേശി വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുമോ? മക്കളെ, അതിന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കേ. എന്റെ കാലിലാരും തൊടണ്ട. രാധികയെ, നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ?